തരത്തിലും ഷാജ് പറഞ്ഞത്, അതായത് അന്ന് സ്വപ്നയെ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് പലത് മാറ്റി പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഷാജിന് ഇതൊക്കെ തിരുത്തി പറയേണ്ട സാഹചര്യമാണ്. കർമ്മ അതാണ് പ്രധാനമെന്ന് ആണ് സ്വപ്ന തൊട്ടു മുമ്പ് നമ്മോട് പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായ ആളാണ്. അവർ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്നങ്ങ് പോയി. അവരൊരു കഥ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ അവർ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം മുതൽ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. എന്റെ സ്റ്റാൻഡ് എന്താണ്? ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്, എം.ആർ. അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെടുന്നത്? അദ്ദേഹത്തെ പോലെ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ. അത് FIR അടക്കമുള്ള പ്രോഗ്രാം ഏഷ്യാനെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത്. പിന്നെ നിങ്ങളെല്ലാം ഒരു ചോദ്യം റെലവെന്റ് ആണ്. ഞാൻ അന്ന് ആദ്യം ഇവരുമായി ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. എനിക്കല്ലാതെ ഇവർ സ്വന്തം നടത്തിയോ മറ്റേ അത് നടത്തിയോ ഇത് നടത്തിയോ ഒന്നും എനിക്കറിയില്ല. ഇവരുമായി ബന്ധപ്പെട്ട് ഒരു സ്പോർട്സ് സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവരെ ബന്ധപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പോക്ക് വേറെ രീതിയിലേക്ക് പോകുന്നു. കാരണം എനിക്ക് കച്ചവടമാണുള്ളത്, അല്ലാതെ എനിക്ക് ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ ഒരു ഭരണത്തെ വിളിച്ചിറക്കുകയോ താഴെ ഇറക്കുകയോ ഒന്നുമല്ല എന്റെ ജോലി. അപ്പൊ അത് എന്റെ ബിസിനസിനെ ബാധിക്കുന്നത് കണ്ടപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൃഷ്ണരാജും ശിവശങ്കറുമായി ബന്ധപ്പെട്ട് കുറെ അവർ പറയുന്ന രീതിയിൽ ഇവർ പോകുന്നത് കണ്ടപ്പം ഞാൻ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP വിജയ് സാക്കറെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല. അദ്ദേഹം ബിസി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. അത് കണക്ട് ആയില്ല. പിന്നെ എനിക്ക് അടുത്ത പരിചയം ഉണ്ടായിരുന്നത് മിസ്റ്റർ M.R. അജിത് കുമാറിനെയാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിത് എന്താ നടക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ 164 കൊടുത്തു വരുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ പോയി പെട്ടിട്ട് നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും. സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കും ഈ ബിസിനസ് പരമായി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ സരിത്തിനെ ആരാണ്ട് വന്ന് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇവര് പാലക്കാട് ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ആ ഫ്ളാറ്റിൽ നിന്ന് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു സ്വിഫ്റ്റ് കാറിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പ്രണയ് മെഡിസിറ്റിൽ നിൽക്കുകയാണ് വേറെ എന്റെ പേഴ്സണൽ കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നത്തെ വിജിലൻസ് മേധാവി M.R. അജിത് കുമാറിനെ വിളിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും അറിയില്ല ഇത് ആരാണെന്നുള്ളത്. അപ്പം ചാനലുകൾ ഈ വാർത്ത വരുന്നതേ ഉള്ളൂ. പുള്ളിക്കാരി HRDS ഓഫീസിൽ നിന്ന് കരയുന്നു, ബഹളം വെക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഞാൻ അപ്പം പുള്ളിക്കാരിയും വിളിച്ചു വന്ന് നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അന്ന് മനോരമയോ ഏഷ്യാനെറ്റോ ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന, വിജിലൻസ് സംഘമാണ് കൊണ്ടുപോയെന്ന്. അതിനുശേഷം ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും M.R. അജിത് കുമാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വിജിലൻസ് ആണ് കൊണ്ടുപോയെന്ന് അറിയുന്നു, അത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടായിരിക്കാം, അവർ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും എന്ന് പറഞ്ഞു, കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അന്ന് തന്നെ HRDSന്റെ ഓഫീസിൽ പോകുന്നു. ഇതെല്ലാം അന്ന് കേരളത്തിൽ എല്ലാവരും കണ്ടതാണ്. പാലക്കാട് പോകുന്നു. പാലക്കാട് പോയി പുള്ളിക്കാരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഫോണിൽ പുള്ളിക്കാരി പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ആ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം പുള്ളിക്കാരി കേരള ഹൈക്കോടതിയിൽ ഒരു ഇടനിലക്കാരൻ വന്നു സംസാരിച്ചു എന്ന് പറഞ്ഞ് ഹർജി കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ പോലും പറയുന്നത് നമ്മൾ ഇടനിലക്കാരനാണെന്ന് അവർ പറയുന്നതെന്നുള്ളത്. പറഞ്ഞിട്ടില്ല, ഞാൻ ആരുടെ ഇടനിലക്കാരനായിട്ടൊന്നും പോയതല്ല, അവരുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ് പോയത്. പിന്നെ എനിക്ക് പരിചയമുള്ള ആളെന്നുള്ള രീതിയിൽ M.R. അജിത് കുമാറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ശരിയാണ്. അല്ലാതെ M.R. അജിത് കുമാറിനപ്പുറം ആരുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ നമ്പർ 1 എന്നുള്ളതോ. ഷാജ് കിരൺ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഞാൻ ഒരു കാര്യം കണ്ടു. അതായത് 5 മിസ് കോൾ ഉണ്ട്. 1:46, 1:52, 2:04, 5:20, രാത്രി 7:56. ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ M.R. അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഷാജ് കിരണിനോട് ഇത്രമാത്രം ക്യൂരിയോസിറ്റിയിൽ ഇന്റൻസിറ്റിയിൽ സംസാരിക്കാനുള്ള ഒരു അടുപ്പത്തിലേക്ക് എങ്ങനെയാണ് ഉയർന്നത്? നിങ്ങൾ മാധ്യമ പ്രവർത്തനാണ്, ഇപ്പോഴും മാധ്യമ പ്രവർത്തനം. നിങ്ങളും പല ഫോണിൽ സോഴ്സുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിക്കാറില്ലേ? ഇല്ലേ? അപ്പം നിങ്ങൾ ക്രൈം ബീറ്റ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ എത്ര പോലീസുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ വിഷയം വളരെ റെലവെന്റ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ തുടർച്ചയായി ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചത്. സ്വാഭാവികമല്ലേ? സ്വാഭാവികമായും, കാരണം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം വിജിലൻസിലായിരുന്നല്ലോ അല്ലേ? അല്ല, എനിക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരാളോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? വിജയ് സാക്കറെ സാർ ഫോൺ എടുത്തില്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതായത് ഞാനും വിജയ് സാക്കറയുമായി 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. ഞാൻ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും എങ്ങും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ മുൻപ് ഫോണിൽ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം പറയാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നെ എനിക്ക് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം എടുത്തതുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഞാൻ വിജിലൻസ് മേധാവിയാണ്, എനിക്ക് യാതൊന്നും ചെയ്യാനില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം തിരിച്ചു എന്നോട് ചോദിച്ചു. പിന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തതിന് ശേഷം ഇതുവരെ ഞാൻ അദ്ദേഹവുമായി ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള ഫീലിംഗ് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം എന്നെ കുറിച്ച് മോശം പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അദ്ദേഹം എന്നോടും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇവർ പറയുന്ന എല്ലാ മാനിപ്പുലേറ്റഡ് കഥകൾക്കും എനിക്ക് ഉത്തരവൊന്നുമില്ല. ഇത് കർമ്മയൊന്നുമല്ല. ഞാൻ ഡാൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ അദ്ദേഹം വിളിച്ചിരുന്നു. കാരണം ഇത് എന്റെ CDR പുറത്തു വന്നത് അന്നത്തെ ഇന്റലിജൻസ് മേധാവിയുമായി ഉണ്ടായിരുന്ന തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പം
ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നുണ്ട്. ഇതൊക്കെ പോലീസിൽ നിന്ന് കിട്ടിയതല്ല. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് തരണമെങ്കിൽ എന്റെ ഫോൺ 2 FSL-ലാണ്, ഫോറൻസിക്കിലാണ് ഇരിക്കുന്നത്. ഈ ഫോൺ പുറത്ത് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും പുറത്തു വിടാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങൾ വരും ഷാജ്. വന്നോട്ടെ, ഇതിനകത്ത് എനിക്ക് പൊളിപ്പിക്കാനാണ്. ഞാൻ ചോദിച്ചു, രാജ്യത്തെ പരമോന്നത ഏജൻസിയായ ED അടക്കം എന്നെ ചോദ്യം ചെയ്തു. ഞാൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ തന്നെ ഈ ഡിസ്കഷൻ വന്നപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു പോയി. ഞാൻ എന്താ പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ തയ്യാറാണ്. എനിക്ക് ADGP-യുമായിട്ടുണ്ടായിരുന്ന പേഴ്സണൽ ബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് അപ്പുറം ആരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങും പറയില്ല. അറിയാവുന്ന കാര്യങ്ങളെ പറയൂ. പക്ഷേ കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം എന്നോട് ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഫ്രോൺസായില്ലേ, നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വന്നാൽ ആരും പിന്നെ നമ്മളുമായി സഹകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ്, അത്തരം ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. കാരണം നമുക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും കാര്യങ്ങളും ഇല്ല. ഫ്രോൺസായില്ലേ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സഹിതം തരുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ലെന്നോ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നിഷേധിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരെയും അറിയില്ല. എന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അല്ല വേണ്ട, എന്റെ CDR അന്ന് പുറത്തു വന്നിട്ടില്ല. ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ ഞാൻ വിളിക്കണമല്ലോ. ഞാനത് വേറെ ആരെയും വിളിച്ചിട്ടുമില്ല. പിന്നെ ഇവർ ഈ പറയുന്ന അത് ആ സ്ക്രീൻഷോട്ടിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ സ്ക്രീൻഷോട്ടിൽ MR അജിത് കുമാറിന് അയച്ചു കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ അഡ്വക്കേറ്റുമാർ ഇങ്ങനെ പറയുന്നു. അതിനാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ആ ഫോൺ ഫോറൻസിക്കിന്റെ കയ്യിലുണ്ട്, ഇബ്രാഹിമിന്റെ ഫോൺ. ആ ഫോണിൽ റിക്കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരും. കാരണം ഇവർ പറഞ്ഞ എന്നെ കൊണ്ട് വക്കീലന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന്. അപ്പൊ അവർ ഓടിപ്പോയതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസ്കഷൻ സംസാരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ്, ഓക്കെ, താങ്ക് യു. ഷാജ് കിരണാണ് പ്രതികരിച്ചത്. എന്നാലും ഷാജിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഇപ്പോൾ ന്യൂസ് 18 ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് കൃത്യമായിട്ടുള്ളൊരു ബന്ധം ADGP ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. ADGP MR അജിത് കുമാർ അന്ന് വിജിലൻസിന്റെ ചുമതലയിലായിരുന്നു. അവിടെ നിന്ന് സരിത്തിനെ പൊക്കുന്നതുൾപ്പെടെ അതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ സാഹചര്യം എന്നുള്ളതൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഷാജ് കിരൺ ഒപ്പം സ്വപ്ന സുരേഷും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു.